ഇന്നലത്തെ അവസാനത്തെ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള മത്സരം എല്ലാവരെയും ആവേശഭരിതരാക്കി. ഇന്ത്യക്ക് പാകിസ്ഥാന്റെ മുൻപിൽ തോറ്റുമടങ്ങുന്ന ശീലം പണ്ടേയില്ല. എന്നാൽ ഇപ്പോൾ ടീമിനുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചുവെന്ന ചില വീഡിയോകൾ കാണുമ്പോൾ മനസ്സിലാകുന്നു. ടീമിനുള്ളിൽ തന്നെ പലതിൻ്റെ ഭാഗമായും നമുക്ക് പ്രശ്നങ്ങൾ കാണാൻ സാധിക്കാറുണ്ട്. ഒരു ടീമായി നിൽക്കണമെന്ന് പറയുമ്പോഴും കളിയുടെ ഭാഗമായി ഇതിപ്പോൾ നമ്മൾ കൂട്ടുകാരുമായി കളിക്കുമ്പോഴെങ്കിലും നമ്മൾ പ്രശ്നമുണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് പ്രേക്ഷകർ ഇന്ന് ഈ വാർത്ത കാണുകയും ചെയ്യുന്നത്. ഹാർദിക്കുമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നുവെന്ന് നിരവധി പേർ പറയുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ വീഡിയോ കണ്ടാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഇന്നലത്തെ പാകിസ്ഥാനുമായിട്ടുള്ള മത്സരം വളരെയധികം തന്നെ ദയനീയമായ തോൽവി പാകിസ്ഥാൻ്റെ കയ്യിൽ കൊടുത്തു. പാകിസ്ഥാൻ എന്തോ സംഭവമാണെന്നുള്ള ഒരു കരുതലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവരെ ഇന്നലത്തെ കളി തോൽപ്പിച്ചിരുന്നത്. എത്രമാത്രമാണ് അവർ അവരുടെ ആത്മവിശ്വാസം കാണിച്ചുകൊണ്ടിരുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. പ്രേക്ഷകരെല്ലാവരും ആ വാർത്ത കാണുകയും അതിനനുസരിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. T20 ലോകകപ്പ് മല പോലെ വളർന്നെങ്കിലും എലി പോലെ പോയൊരു ടീമായി മാറി പാകിസ്ഥാൻ. ഹാർദിക് പാണ്ഡ്യയും കുൽദീപ് യാദവിനും ശകാരിച്ചതിനെ തുടർന്നുണ്ടായൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറുന്നതും ഇപ്പോൾ വലിയ വിഷയത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നതും. എല്ലാവരും ഇതാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി ഹാർദിക്കിനോടും കുൽദീപിനോടും മാറി മാറി ചോദിക്കുകയാണ്. തൻ്റെ ആദ്യ സ്പെല്ലിംഗ് 2 ഓവറിൽ തന്നെ മെയ്ഡനടക്കം 8 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. 1 വിക്കറ്റ് അദ്ദേഹം നേടിയിരുന്നു. 17 ഓവറുകൾ കഴിഞ്ഞപ്പോൾ പാക് ടീം 9 വിക്കറ്റ് 106 റൺസ് എന്ന നിലയിലായിരുന്നു. 14 ബോളിൽ 16 റൺസുമായി ഷഹീൻ അഫ്രീദി 2 ബോളിൽ റണ്ണൊന്നുമില്ലാതെ ഉസ്മാൻ താരിഖുമായി ക്രീസിൽ നിന്നു. ഷഹീനാണ് ഈ ഓവറിൽ ഷഹീൻ്റെ ഒരു ക്യാച്ച് വിക്കറ്റിന് മുന്നിൽ നിന്നത്. സ്ട്രൈക്ക് നേരിട്ടത് അദ്ദേഹമായിരുന്നു. വൈഡുമായി ഹാർദിക് തുടങ്ങി. അടുത്ത ബോളിൽ ഷഹീൻ ഒരു ക്യാച്ച് വിക്കറ്റിന് പിന്നിൽ ഇഷാൻ കിഷൻ താഴെയിട്ടു. പുൾ ഷോട്ടിന് ശ്രമിക്കവെയാണ് ബാറ്റിൽ ബോൾ എഡ്ജായത്. അടുത്തതൊരു ഷോർട്ട് ബോളായിരുന്നു. ഹാർദിക് പരീക്ഷിച്ചത് അങ്ങനെയായിരുന്നു. മുന്നോട്ട് വന്ന ഷഹീൻ ഒരു പുൾ ഷോട്ടാണ് കളിച്ചത്. ലോങ് ഓണിൽ ബൗണ്ടറി പരീക്ഷിച്ചു. മുന്നോട്ട് വന്ന ഷഹീൻ ഒരു പുൾ ഷോട്ട് കളിച്ച് ലോങ് ഓവർ ബൗണ്ടറി ലൈനിൽ അകത്തിലുണ്ടായിരുന്ന കുൽദീപ് യാദവിൻ്റെ കൈകളിലേക്കാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇത് ശരിക്കും കൈകളിൽ ഒതുക്കാനായില്ല. കൈക്കുള്ളിൽ നിന്നും തെറിച്ചുപോയ ബോൾ ബൗണ്ടറി ലൈനിൽ പുറത്തേക്ക് തെറിച്ചതോടെ 6 ആവുകയായിരുന്നു. 2 ക്യാച്ചുകൾ ഇഷാനും കുൽദീപും പാഴാക്കിയത് ഹാർദിക്കിനെ ശരിക്കും ക്ഷുഭിതനാക്കി. അത് പൊതുവെ ഹാർദിക്കിൻ്റെ സ്വഭാവ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹാർദിക്കിന് തീരെ അതിഷ്ടമാകില്ല. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ശകാരവും അതുപോലെ ഇതിനുശേഷമുള്ള ഹാർദിക്കിൻ്റെ മുഖംഭാവ വ്യത്യാസവുമൊക്കെ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഹാർദിക്ക് പൊതുവെ ഇത്തരത്തിൽ ദേഷ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഇങ്ങനെ ബൗൾ ചെയ്യാൻ നിൽക്കുമ്പോൾ. അദ്ദേഹം ബൗൾ ചെയ്ത് വിക്കറ്റിന് സാധ്യതയുണ്ടാകുന്നത് മിസ്മോളാവുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി വരുന്നൊരു ദേഷ്യമുണ്ട്. അതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്.